സലാമുണ്ട് ട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. നാട്ടിലിപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളുടെ ഇടിയാണ്. അതായത് വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളെ മുട്ടിയിട്ട് നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നേക്കാണ്. വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അറിയാല, ഗ്ലോറിഫയിങ്. ഗ്ലോറിഫയിങ് എന്ന് പറഞ്ഞാൽ ആളുകളെ വെളുപ്പിച്ച് അങ്ങനെ വിശുദ്ധരാക്കുന്ന പരിപാടി. ആ വൈറ്റ് വാഷ് ആണ് ട്ടോ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മുടെ വീട് കുമ്മായമൊക്കെ വെച്ച് വെളുപ്പിക്കുന്ന പരിപാടിയല്ല. ഇത് ഗ്ലോറിഫയിങ്. അതായത് നമ്മുടെ പാർട്ടിക്കാരെയും പ്രസ്ഥാനത്തുകാരെയൊക്കെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കുറേ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ല. അതിനിപ്പോൾ സൈബർ സഖാക്കൾ അല്ലെങ്കിൽ അങ്ങനെ ക്യാപ്സൂൾ ഇറക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഈ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. ഒരാളല്ല, ഒരുപാട് ആളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ മരമുറി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ല, അത് ആരും വിട്ടുപോകരുത്. മരമുറി ചാനൽ, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ നൂലാമാലകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അതിൻ്റെ ആളുകൾ ഇപ്പോൾ മരം വെട്ടലൊക്കെ നിർത്തി വേറെ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിംഹോൺ എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. സിംഹോൺ എന്ന് പറഞ്ഞിരുന്ന് നടന്ന ആളല്ല, സിംഹം തന്നെയായിരുന്നു. ആ പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി വേറൊരു പാർട്ടി ഉണ്ടാക്കി പുറത്തുപോയ ആളാണ്. ആ പുള്ളിയുടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങോരായിരുന്നു ഈ മരമുറി ചാനലിന്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആരെ? ഈ പിണറായി വിജയനെ ഇടതുപക്ഷത്തിനെയൊക്കെ വൈറ്റ് വാഷ് ദിനം ദിനം വൈറ്റ് വാഷ് ചെയ്യുക. അതായത് ഡേ ബൈ ഡേ എന്ന് പറയൂലേ, നമ്മൾ ദിവസവും വൈറ്റ് വാഷ് ചെയ്യും. നമ്മൾ നേരം വെളുത്ത് എല്ലാവരും മുറ്റമൊക്കെ അടിച്ചു പാരുന്ന പോലെ കാലത്ത് തന്നെ പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി പിണറായി വിജയന്റെ മുഖത്ത് ചൂലും വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യലാണ്. കുമ്മായം കലക്കി ആദ്യം ഇങ്ങോട്ട് ഒഴിക്കും, എന്നിട്ട് ഒരു വലിയ ബ്രഷ് ഒറ്റ വലിയ ഇങ്ങോട്ട് വലിക്കും. അപ്പം പിണറായി വിജയന്റെ മോറൊക്കെ നല്ലോണം വെളുത്ത് വരും. ആ മോറെന്ന് ഉദ്ദേശിച്ചത് വേറെ തെറ്റിദ്ധരിക്കരുത്, മോറ് വെളുപ്പിക്കണ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്ത് വെളുപ്പിക്കണ കാര്യമല്ല. ഈ പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇടപാടായിരുന്നു ഈ നികേഷ് കുമാറിന്. എല്ലാ പരിപാടികളും ഇങ്ങനെ വെളുപ്പിച്ച്, അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ രീതിയിൽ ആള് ചെയ്ത എല്ലാ കൊള്ളരായ്മ ഉണ്ടല്ല, അല്ലെങ്കിൽ ആള് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോള് അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ മോളുടെ അവിടെ തപ്പിയൊക്കെ താഴ്മ ഉണ്ടാവൂലില്ല. ആ പുള്ളൻ ചെന്നിട്ട് CMR നിന്ന് ഏതാണ്ട് 1,52,00,000 രൂപ മേടിച്ചില്ല. അങ്ങനെ വേറെ കമ്പനിയിൽ നിന്ന് മേടിച്ച അനാഥാലയത്തിന്റെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി പാട്ട കൊട്ടി കൊണ്ട് DYFIക്കാരി എന്ന് പണം പിരിക്കണ പോലെ എല്ലാ സ്ഥലത്തും കിലിച്ച് കാശ് മേടിച്ചില്ല. അതെന്താ ഈ അപ്പൻ ആനപ്പുറത്തിരുന്ന മക്കളുടെ അവിടെ തപ്പി നോക്കിയ ടൈം ഉണ്ടാവോ? ഇല്ലില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ചെയ്തത് ഉൾപ്പെടെ ഈ പുള്ളി ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തെടുത്ത് കാലത്ത് തന്നെ ഉണ്ട്. എഴുന്നേറ്റ് വരുമ്പോൾ പുള്ളി കുമ്മായം ചൂലും കൊണ്ടിങ്ങനെ വരുന്നേ, നേരെ വന്നിട്ടൊരു ഒറ്റ ഒഴിക്കലാണ്. എങ്ങോട്ട് ഒഴിക്കും? ഇടതുപക്ഷത്തിന്റെ മുഖത്തേക്ക് ഒഴിക്കും, പിണറായി വിജയന്റെ മുഖത്തേക്ക് വന്നിട്ട് ആ ചൂല് വെച്ച് ഒറ്റ പടി ഇങ്ങോട്ട് പിടിക്കും. അപ്പൊ ഏതാണ്ടൊക്കെ ഒരുമാതിരിയുള്ള കറുത്ത പാടും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് വെളുപ്പിച്ച് ഇത് തന്നെയായിരുന്നു പുള്ളിക്ക് പരിപാടി. നമ്മൾ മുറ്റടിച്ച് വാരുന്ന പോലെയാണ് പുള്ളിക്ക് ആ പരിപാടി അങ്ങനെയായിരുന്നു. ഇപ്പൊ പുള്ളി അത് അങ്ങനെ ഒരുപാട് നാളങ്ങനെ വെളുപ്പിച്ചു. ഇപ്പൊ പിണറായി വിജയന് മനസ്സിലായി ഇനി പുള്ളിനെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല, നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മന്ത്രിയോ ഒരു MLA എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണമല്ലോ, പാർട്ടിക്ക് ആള് വേണമല്ലോ. ഒന്നാമത്തെ കാര്യം ഇതിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരാണെങ്കിൽ ആകെ അങ്ങോട്ട് ചെല്ലാൻ നിവൃത്തിയില്ല. വലിയ ഇടങ്ങേറാണ് അവിടെ നടക്കുന്നത്. മാർക്കറ്റിൽ ചെന്ന് വെട്ട പോലെയാണ്. മാർക്കറ്റിൽ ഇങ്ങോട്ട് വന്ന് മീൻകാരൻ വിളിക്കുന്ന പോലെയാണ്. അവിടെ ഓരോരോ ഗ്രൂപ്പാണ് അവിടെ. ആ ജയരാജൻ, ഈ ജയരാജൻ, മറ്റേ ജയരാജൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ല. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ പിണറായിക്ക് ആകെ പ്രശ്നമായി. ഇതൊക്കെ ഒന്ന് ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ കയ്യിൽ വേണം. പോരെങ്കിൽ പഴയ സിംഹത്തിന്റെ മോനാണല്ല. അങ്ങനെ ഈ മരമുറിച്ചാലിൽ നിന്ന് ആ പുള്ളിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ആ പുള്ളിനെ, ഈ നികേഷ് കുമാറിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കണ്ണൂരിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ എന്നാണ് പറയുന്നത്. കണ്ണൂരിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ മനു തോമസ് വന്നൊരു പുതിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടില്ല. ആ മനു തോമസ് വന്ന് DYFIയിൽ പ്രവർത്തിച്ചിരുന്ന ആള് ഒരു കൊല്ലമായിട്ട് പുള്ളി മെമ്പർഷിപ്പ് ഒന്നും പുതുക്കാൻ പോയില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് MP ജയരാജൻ ജില്ലാ മേധാവി പുറത്താക്കി എന്ന് പറഞ്ഞു. ആ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ ബൈക്ക് അങ്ങോട്ട് പോയതിന് പുള്ളി കച്ചവടമൊക്കെ ചെയ്തിട്ട് നടക്കുന്ന ആളിന് വേർപ്പിന്റെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പണിയെടുത്ത് ജീവിക്കുന്ന ആളായിരുന്നു. അത് ആള് പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജയരാജൻ കയറി ഇടപെട്ട് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. ഈ പോസ്റ്റ് മറ്റേ തെറ്റിദ്ധരിക്കരുതിട്ടാ, കേബിള് വലിക്കാനുള്ള പോസ്റ്റല്ല, അതിലും വലിയ ഇടങ്ങേറുണ്ടാക്കണ ഒരു FP പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. സ്വന്തം കച്ചവട താല്പര്യങ്ങളും വ്യവസായ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ പാർട്ടിയിൽ പൂർണ്ണ സമയം നിൽക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിച്ച് ശരിയായില്ല, ഇനി പാർട്ടിയിൽ നിന്ന് പോയിട്ടും വീണ്ടും പാർട്ടിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും പറയണ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടതും മിണ്ടതിനും ഒക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ് മനുവിനെ അലാക്കാക്കി പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. പുള്ളി രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ മനു ഒരു അവസരം നോക്കിയെടുക്കുന്ന ഒരു ഒറ്റ തട്ട് ഇങ്ങോട്ട് തട്ടി അവിടുന്ന് വേറൊരു പോസ്റ്റ്. അതിൽ എന്താ പറയുക, നമ്മുടെ ജയരാജന്റെ പിയും ജയം എല്ലാം ഉൾപ്പെടെ അങ്ങോട്ട് പോയി. എല്ലാം ഉൾപ്പെടെ അടിച്ചങ്ങോട്ട് പോയി. അതായത് ഈ ജയരാജന്റെ പുള്ളങ്ങൾ ഉൾപ്പെടെ സ്വർണം പൊട്ടിക്കൽ കേസ്, കൊട്ടേഷൻ കേസ്, ഇങ്ങനെ മിതമായിട്ടും മൊത്തമായിട്ടും കുറെ പരിപാടികൾ അവർ ഏറ്റെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജയരാജനെ ഇന്നവരെ അറിയാത്ത രീതിയിൽ, ജയരാജന് ഇങ്ങനെ ഒരു മുഖം കേരളം കണ്ടിട്ടുണ്ടായിരുന്നില്ല, CPMകാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ വരച്ചു വെച്ച് ആ പോസ്റ്റ് ഇക്കണേ നോക്കണേ, ചുണ്ടങ്ങ കൊടുത്ത് വൈതനങ്ങ മേടിച്ച ഇടപാടായിപ്പോയി.
അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ഇടാൻ തുടങ്ങി, വലിയ പ്രശ്നമായി. ഈ പുകിലിങ്ങനെ കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് മനസ്സിലായി ഇത് തൻ്റെ അന്തരാളം വരെ തള്ളിപ്പോണ ഒരു പോസ്റ്റുകൾ ഇനി വന്നുകൊണ്ടിരിക്കണമെന്ന്. അതിനൊരു തട വയ്ക്കാൻ വേണ്ടിയാണ് ഈ മരമുറി ചാനലിൽ നിന്ന് ഈ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോയത്. ആ പുള്ളിക്കാരനെ മരമുറി ചാനലിൽ നിന്ന് വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മരമുറിക്കാർക്ക് വേറെ ആരെങ്കിലും വേണ്ടേ? അങ്ങനെയാണ് മാതൃഭൂമിയിൽ തരക്കേടില്ലാണ്ടൊക്കെ പത്രപ്രവർത്തനം നടത്തിയത് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയി. നല്ല നല്ല നിലവാരമുള്ള പത്രപ്രവർത്തകനായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല, പുള്ളിക്ക് ഈ ചോപ്പിന്റെ അസ്ഥിത പുള്ളിക്ക് ഇപ്പോൾ കൂടി വന്നു. പ്രത്യേകിച്ച് മരമുറി ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയും ഈ പണ്ട് ആ പുള്ളി ചെയ്ത പരിപാടി തന്നെ, അതായത് പറയുമല്ലോ കൊമ്പം പോയ വഴിയാണ് ഇപ്പൊ മോഴയാൻ പോണേന്ന് പറഞ്ഞത്. കൊമ്പം പോയ വഴിയല്ല മോയെ അന്വേഷിച്ച് പോണത് മോഴ ആന. അപ്പൊ ഈ കൊമ്പം എന്ന് പറഞ്ഞ നികേഷ് പോയ വഴി തന്നെയാണ് ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണനും ചൂലും കുമ്മായവും കൊണ്ടാണ് അങ്ങോട്ട് കയറി വന്നേക്കണത് മരമുറി ചാനലില്. അന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങി വെളുപ്പിക്കാൻ. എങ്ങനെ അന്ന് പുള്ളി എടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ കരിവന്നൂർ കേസ്, ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM പങ്കില്ല. CPM എവിടെയെങ്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുണ്ടെങ്കിൽ അത് CPM കാശാണ്. അപ്പോൾ അത് പുള്ളി പറഞ്ഞു വന്നത് ഇപ്പോൾ പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും പിണറായി വിജയന്റെ വീട്ടിലെ കുടുക്ക കൊണ്ടെന്ന് സമ്പാദ്യ കുടുക്ക പൊട്ടിച്ചാണ്, അല്ലെങ്കിൽ MP ഗോവിന്ദന്റെ വീട്ടിലെ കുടുക്ക പൊട്ടിച്ചാണ് ഇത് പണിതെന്ന് തോന്നും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിണറായി വിജയന്റെ തായ്ക്കണ്ടി കുടുംബം സംഭാവന ചെയ്ത സ്ഥലത്താണ് ഈ പണിയണെന്നൊക്കെ തോന്നും. തൃശ്ശൂരാണ് ഈ പറയണത്. കണക്കൻകോട്ടയിൽ പണിയണ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയണതിൽ ED കൃത്യമായ കേസ് കണ്ടെത്തി, ക്രമക്കേട് കണ്ടെത്തി. ഈ കണക്കൻകടവിലൊക്കെ പണിയണ ഈ സ്ഥലത്തിന് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചെടുത്ത കാശാണ് 150 കോടി രൂപയാണത്. ഈ 150 കോടി രൂപ ടാറ്റയുടെയും ബിർലയുടെയും ഒന്നും കാശല്ല. സാധാരണക്കാരന് അത്തായത്തിൽ നിന്ന് അരി പിടിയടി മാറ്റി വെച്ച് അരി കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കി ഈ കാശാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നത്. മക്കളുടെ സ്കൂളിൽ പഠിത്തം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്, പാടില്ലാണ്ട് വയസ്സായിട്ട് വല്ലയിടത്തും ചുരുങ്ങൂടി കിടക്കുമ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കാനാ, അല്ലെന്നുണ്ടെങ്കിൽ മരുന്ന് മേടിക്കാനാ, അല്ലെങ്കിൽ ഒരു കൊലപ്പുരയെങ്കിലും കുത്തിക്കൂട്ടി അതിൽ കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെച്ച കാശാണ് ഈ 150 കോടി രൂപ. അങ്ങനെ പലരായിട്ട് അതാണ് ഇവരടിച്ചുകൊണ്ട് പോയി അവിടെ കണക്കൻകോട്ടയിൽ CPM മന്ദിരം പണിയാൻ നിൽക്കണത്. ഇല്ല, അത് ED കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ മരമുറി ചാനലിലേക്ക് വന്നു കയറിയ ചൂലും കുമ്മായായിട്ട് കയറി വന്നു കയറിയ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു അതൊക്കെ ഒന്നും അങ്ങനത്തെ കാശൊന്നല്ല, ഇതൊക്കെ CPM കാശാണെന്ന്. ഈ CPM എവിടെ കാശ് കിട്ടിയത്? ഇതിന് കൃത്യമായിട്ട് മറുപടി പറയണ്ടേ? അപ്പൊ അത് ലോക്കൽ കമ്മിറ്റിയുടെ കാശ് ജില്ലാ സെക്രട്ടറിയുടെ ആയിരിക്കും. അങ്ങനെയാണ് MM വർഗീസിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ആ കണക്കിൽ വന്നത്. ഒരു കാര്യം ഏതാണ്ട് സത്യമാണ്, ഇന്ത്യൻ റെയിൽവേ ഉണ്ടല്ല നമ്മുടെ ഈ വണ്ടി ചൂളം പിടിച്ച് ഓടണ ഈ വഴിയൊക്കെ അത് ആ സ്ഥലമൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെയാണ്. അപ്പൊ തീവണ്ടി ചൂളം പിടിച്ച് ഓടിപ്പോടുന്നുണ്ടെങ്കിൽ സ്ഥലം വേണമല്ലോ, ആ സ്ഥലമൊക്കെ ഏറ്റെടുത്തേക്കണ ഇന്ത്യൻ റെയിൽവേയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം മേടിച്ച് കൂട്ടിയേക്കണത് CPM ആരാണെന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം മേടിച്ച് കൂട്ടിയേക്കണത് ഈ CPM കാരാണ്. ഈ കാശ് എവിടുന്ന? ഈ കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ചിരുന്ന ഈ പാർട്ടിക്ക് കാശ് എവിടുന്ന് കിട്ടി? ബൂർഷാസികളെ തള്ളി പറഞ്ഞ ആളുകൾക്ക് ഈ ബൂർഷാസികളുടെ പോലെ കോടിക്കണക്കിന് രൂപ എഴുന്നേറ്റി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആസ്തി പറഞ്ഞ 25,000 കോടിയെന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് കണക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും പറയണേക്കുണ്ട് മുഖ്യമന്ത്രി ഇതില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഇങ്ങനെ എന്താണ് ഇവര് നിരന്തരം ഇങ്ങനെ വന്ന ആളുകളെ പറ്റിച്ച് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ഒരാളല്ലെങ്കിൽ വേറെ ആള്. ഇത് തന്നെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നികേഷ് കുമാർ പോയെങ്കിൽ പുതിയ വേറൊരാളെന്ന് ആളും കുമ്മായും ചൂലും കൊടുത്തങ്ങനെ വിട്ടേക്കണത് മുഖ്യമന്ത്രി വെളുപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ CPM വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവർക്കൊക്കെ പണ്ട് എന്താണ് പട്ടിണി കിടന്ന ആളുകൾ എന്ന് പറയാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുമ്പ് കട്ടൻ ചായയും പരിപ്പോടയും അല്ല പാർട്ടിയുടെ പലഹാരമാണ് പരിപ്പോട എന്ന് പറയുന്നത്, പാർട്ടിയുടെ എന്താണ് ഔദ്യോഗിക പലഹാരം. പണ്ടാരണ്ട് പാർട്ടി യോഗം കൂടിക്കൊണ്ടിരുന്നപ്പോൾ കട്ടൻ ചായ കൊണ്ടേ കൊടുത്ത് ചായക്കെടുക്കാരൻ അന്ന് പരിപ്പോടെ ഉണ്ടായില്ല, പയമ്പരി കൊണ്ടിട്ട് അയാൾ കൊല്ലാത്ത പണി മുഴുക്ക കാണിച്ചെന്നാണ് പറയുന്നത്. പരിപ്പോടെ ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞ് പാതിരാത്രി യോഗം കൂടിയപ്പോൾ പാർട്ടിയുടെ പലഹാരം പരിപ്പോടെയാണ്. അതുപോലെ എല്ലാവരും ദിനേശ് വീടി വലിക്കണം, ഇതൊക്കെ ആയിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ചട്ടക്കൂടെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന ആളുകൾക്ക് ഇപ്പൊ കോടിക്കണക്കിന് രൂപ എവിടെ നിന്നുണ്ടായത്? ഇത് ജനങ്ങളുടെ കാശാണെന്ന് പറയുന്നത്. ആദ്യം തന്നെയാണ് പറയുന്നത് ജനങ്ങളുടെ കാശ് തന്നെയാണ്, ജനങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടേ ആ കരിവന്നൂർ ബാങ്കിലിട്ടിരുന്ന കാശാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ED അത് തന്നെയാണ് കണ്ടെത്തിയത്. അത് സത്യം ഇടയ്ക്കൊക്കെ അറിയാണ്ട് തന്നെ പുറത്തേക്ക് വരില്ല. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇവരെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ല, ജനങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഇപ്പൊ നോക്ക്, DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കണ്ട്. എവിടെയൊക്കെ കൊടുക്കണത്? ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞവർക്ക് അല്ലെങ്കിൽ അവശത അനുഭവർക്കൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട്. ഇത് ഇവരുടെ അടുക്കളയിൽ ഇട്ട് വെച്ചുണ്ടാക്കുന്ന ചോറാണ് അല്ലല്ല. ഈ നമ്മുടെ വീട്ടമ്മമാരുടെ എന്താണ് അവരുടെ ഒരു എന്താണ് സ്നേഹം കൊണ്ടാണത്, അല്ല അവരുടെ സന്മനസ്സുകൊണ്ട് അവർ കെട്ടിപ്പൊതിഞ്ഞു കൊടുക്കണ ചോറാണിത്. അത് എന്നിട്ട് ഇവർ കൊണ്ടേ കൊടുത്തിട്ട് അതിന്റെ പേര് ഇവരടിച്ചു മാറ്റാണ്. ഇങ്ങനെ തന്നെയുള്ള കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പരിപാടിയും പദ്ധതിയൊക്കെ വരുമ്പോൾ അത് പിണറായി വിജയന്റെ പദ്ധതിയായിട്ട് അടിച്ചു മാറ്റുന്ന പോലെ തന്നെയാണ്. വല്ല വീട്ടമ്മമാരും അവരുടെ സന്മനസ് കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് ഒരു പൊതി ചോറ് പൊതിഞ്ഞു കൊടുക്കും. ഈ ചോറിന്റെ പൊതിയിൽ DYFI എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവർ ചോറ് കൊണ്ടേ കൊടുക്കണം. നോക്കുമ്പോൾ ആരാ DYFI ചോറ് കൊണ്ടേ കൊടുക്കണേ?
നോക്കുമ്പോ എന്താ DYFI ചോറ് കൊണ്ടേ കൊടുക്കണ്. ചോറ് പൊതി കൊടുത്ത വീട്ടമ്മ അവിടെ ഉണ്ടാ. അവര് അവരുടെ സന്മനസ്സുകൊണ്ട് കൊടുത്തല്ല, പേരുണ്ടാക്കാൻ വേണ്ടി കൊടുത്തല്ല. പക്ഷെ ഇവര് പേരുണ്ടാക്കാൻ ഇറങ്ങിയിട്ടിരിക്കണത്. ഭാര്യയുടെ വെട്ടത്തിൽ എംബ്രാന്റെ അത്താഴൂട്ട് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞ പോലെയാണ്. ഭാര്യയുടെ വെട്ടത്ത് എംബ്രാന്റെ അത്താഴൂട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വല്ലവരുടെയും ചെലവിലാണ് ഇവര് ആളാവണത്. ഇപ്പൊ പാർട്ടിയുടെ പണമാണെന്ന്, എവിടുത്തെ പാർട്ടിയുടെ പണം? കരുവന്നൂർ ബാങ്കിലെ ആളുകൾ ഇട്ടിരുന്ന പണം. എന്നിട്ട് ഈ കരുവന്നൂർ ബാങ്കിൽ വന്ന കാശ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അത് പാർട്ടിനെ ന്യായീകരിക്കാൻ നോക്കിയത്. ഇപ്പൊ എന്ത് പറ്റി? കേരളത്തിലുള്ള ഈ ഏതാണ്ട് 250 സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ED അന്വേഷണം വരാണ്. കുറെ എണ്ണത്തിനൊക്കെ പിടിച്ച്, വേറെ ആരെയും പിടിച്ചിട്ടില്ല. CPM-ന്റെ ഈ എക്സിക്യൂട്ടീവ് ബോർഡുള്ള സ്ഥലത്ത് നിന്ന് മാത്രമല്ല പിടിച്ചേക്കുന്നത്. അതെന്താ അത് വേറെ ആളുകളൊക്കെ പിടിക്കാത്ത എന്താ? അപ്പൊ ഇവർക്ക് തോന്നിയത് എന്തും ചെയ്യാം, ഇവരുടെ ഭരണോട് കയ്യിലിരിക്കണം എന്നുള്ള ഈ ഒറ്റ ബലം കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ മരമുറി ചാനലിൽ വന്നിരുന്ന് പുതിയ ആളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പുള്ളിക്ക് നല്ലൊരു ജോലി അവിടെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ പുള്ളിനെ അറിയപ്പെടുന്നത്. ഇപ്പൊ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടുപോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ ചെയ്യണതല്ലത്. സത്യം പറഞ്ഞതാണ്. അതിലുണ്ടായിരുന്ന പുള്ളിക്കാരനെ ചാടിച്ചുകൊണ്ടുപോയി കണ്ണൂരിൽ ഇറങ്ങിയവരൊക്കെ ഉണ്ടായപ്പോ അവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആ പുള്ളിനെ കൊണ്ടുപോയി. അപ്പോഴും വൈറ്റ് വാഷിങ് നിർത്താൻ പാടില്ല. നമ്മള് ജനത്തിന്റെ മുമ്പിൽ എല്ലാ ദിവസവും നല്ല എന്താണ് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണമല്ല, ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തൂത്ത് മാച്ചുകൊണ്ടിരിക്കണമല്ല, വെളുപ്പിച്ചുകൊണ്ടിരിക്കണമല്ല. അപ്പൊ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ ആളെ അവിടെ കൊണ്ടുപോയിരിച്ചേക്കണ്. എന്തായാലും ഇനി നാളെ മുതൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള വെളുപ്പിക്കൽ നടക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പാവപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന് വന്ന ആളുകളാണ് എന്ന് പറയാൻ വരെ ഇപ്പൊ ഇവർക്ക് നാണക്കേടായി മാറിയിരിക്കണം. നോക്ക്, മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ടായി. സുഭാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, ഡയറക്ടറി. അവൻ സുഭാഷ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ ഇതില് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ആ മുഖ്യമന്ത്രിയുടെ ആ ഡോക്യുമെന്ററി പിൻവലിച്ച്. കാരണം എന്താ? മുഖ്യമന്ത്രി സാധാരണ ചുറ്റുപാടുകളിൽ നിന്ന്, പാവപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന്, കഞ്ഞു കുടിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണെന്ന് ഒരു പരാമർശം ആ യൂട്യൂബിൽ ആ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ കുറിച്ച്. ഇത് മാറ്റണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ അത് സുഭാഷ് എന്ന് പറഞ്ഞ ഈ ഡയറക്ടർക്ക് പറ്റൂല എന്ന് പറഞ്ഞ്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ സമകാലീനരായിട്ടുള്ള ഏതാണ്ട് ഒരു 10-15 ആളുകൾ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്ത്, പിണറായിലും ധർമ്മടത്തും ചുറ്റുപാടും പരിസരത്തുള്ള ആളുകളൊക്കെ. അപ്പൊ അവർ പറഞ്ഞു കഞ്ഞു കുടിക്കാൻ പോലും ഗതിയില്ലാത്തൊരു കുടുംബത്തിലാണ് ജനിച്ചത്, അച്ഛൻ ഒരു ചെത്തുകാരനായിരുന്നു, അപ്പൊ വലിയ കഷ്ടപ്പാടുള്ള കുടുംബത്തിലായിരുന്നു, 5-6 മക്കള്, 3-4-5 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെ അത്രയും വലിയ കഷ്ടപ്പാടിൽ നിന്ന് വന്ന ആളുകളാണെന്ന് സമകാലീനർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തിരക്കഥയൊക്കെ ഉണ്ടാക്കി ചെയ്തത്. അതിപ്പോ മുഖ്യമന്ത്രിക്ക് ആക്ഷേപമായി. നോക്കണേ, സാധാരണക്കാരനായിരുന്ന ഒരാൾ, പാവപ്പെട്ടവനായിരുന്ന ഒരാൾ, കഞ്ഞു കുടിക്കാൻ ഗതിയിലാണ്ടിരുന്ന ഒരാള് അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു ബൂർഷയായിട്ട് എങ്ങനെയാണ് ജനിതക മാറ്റം വരണേന്ന് കണ്ട് പഠിക്കാനായിട്ടൊരു ഉദാഹരണമാണ് നമ്മുടെ മുഖ്യമന്ത്രി. അവന് പറ്റൂല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് ആ സംവിധായകൻ അത് പിൻവലിച്ച്. എനിക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റൂല, നുണ പറഞ്ഞ ഡോക്യുമെന്ററി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അത് ആളങ്ങോട്ട് പിൻവലിച്ച്. ഇതാണ് ഇവരുടെ സ്വഭാവം. ഇതാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറയണം, ഉള്ള കാര്യം പറയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളവും ചൂലും കുമ്മായം കൊണ്ട് ഈ പുള്ളിനെ ഇപ്പൊ ഇങ്ങോട്ട് വിട്ടേക്കണത്. അപ്പൊ എന്തായാലും ഈ വിഷയം ഏത് തരത്തിൽ ഡൈജസ്റ്റ് ആയി എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്നാലും പറയാണ്ട് പറ്റൂല, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വേറൊരു വിഷയമായിട്ട് നമുക്ക് ആളെ കാണാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, സലാം.